ഞാൻ ഗീവർഗീസ് കൂറിലോസ് തിരുമേനിയുടെ പോസ്റ്റ് വായിച്ചു. പലപ്പോഴും വളരെ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന, ഏറെ പ്രതീക്ഷ നൽകുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ സഹൃദയനായ പുരോഹിതനാണ് അഭിവന്ദ്യ പിതാവ് ഗീവർഗീസ് കൂറിലോസ് തിരുമേനി. അപ്പോൾ ഗീവർഗീസ് കൂറിലോസ് തിരുമേനി എഴുതുന്നത് ഇങ്ങനെയാണ്. ഞാനത് മൊത്തം വായിക്കുന്നില്ല, 2-3 ഭാഗങ്ങളായിട്ടാണ് ഞാനത് വായിച്ചത്. അതിലൊന്ന്, വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ, ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരെ ഉണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി ലോജിക്കലായി അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ടൊരു പരിധിവരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് എന്താ, ഇങ്ങനെ ഈ ആഘാത ചികിത്സയിൽ നിന്നും പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, കണക്കുകൾ നോക്കിയാൽ എങ്ങനെയാണ് 3 മണ്ഡലങ്ങളിൽ BJP വളർന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേമത്ത് ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ മാത്രം 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത് BJP എന്നുള്ളത്. ഒല്ലൂരിൽ മന്ത്രിയുടെ രാജൻ്റെ മണ്ഡലത്തിലാണ് BJP ഏറ്റവും കൂടുതൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇരിങ്ങാലക്കുടയിൽ ബിന്ദുവിൻ്റെ മണ്ഡലത്തിലാണ്. അപ്പം 3 പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് BJP ഭൂരിപക്ഷം നേടിയത്? അതാണ് ത്രിപുരയിലും സംഭവിക്കുന്നത് ഒരു പരിധിവരെ. അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്, അത് വസ്തുതാപരവുമാണ്. എന്നിട്ട് അതിന് രണ്ടാമത് പറയുന്നു, ഭരണവിരുദ്ധ വികാരമാണ് പ്രധാന ഈ തകർച്ചയുടെ കാരണം എന്ന് പറയുന്നു. അത് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, ആ സാമ്പത്തിക നയങ്ങളിലെ പരാജയം എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാമ്പത്തിക നയത്തിലെ പരാജയം ഉള്ളതുകൊണ്ടാണല്ലോ ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അച്ചടക്കമില്ലായ്മ, ധൂർത്ത് സ്വാഭാവികമായി പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. യഥാർത്ഥത്തിൽ പ്രശ്നം MV നികേഷ് കുമാർ, ഒരു മന്ത്രി വിദേശത്ത് പോകണോ വേണ്ടതെന്നുള്ളതൊക്കെ ഒരു കാൽപ്പനികമായ ആശയത്തിൽ അതവരുടെ അവകാശമാണ്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് ഷുഗറും പ്രഷറും ഗുളിക വാങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പണം എടുത്തു പോലും ഒരു യാത്ര നടത്തുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് ഒരു റീഡിംഗ് ആണ്. അതാണ് അദ്ദേഹം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമവേട്ട ഉണ്ടായിട്ടുണ്ട്, ചില പ്രത്യേക മാധ്യമങ്ങൾക്കെതിരെയൊക്കെ ചില നിലപാടുകൾ എടുക്കുന്നത് അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, അതിലും തെറ്റില്ല. ആ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല. SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ സിദ്ധാർത്ഥൻ്റെ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത അത് പല ഘട്ടങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലെല്ലാം വസ്തുതാപരമായോ പുറത്തുനിന്ന് ചിന്തിക്കുന്നൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ പ്രതിഫലിക്കാവുന്ന വിഷയങ്ങളോ ആണ്. എന്നാൽ അതിനകത്തൊരു രാഷ്ട്രീയമായൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാഷിസത്തിനെതിരായി ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്? അത് ശരിയാണ്, രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിമർശിച്ചതുകൊണ്ടാണ്. അത് പറയാമെങ്കിലും മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഇവർ തമ്മിൽ എന്തിനാണ് അടിക്കുന്നത് എന്നൊരു ധാരണയുണ്ടാവാം. അതും അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കറക്റ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടം വരെ ശരിയാകുമ്പോഴും അവസാന ഭാഗം നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമില്ല എന്ന് പറഞ്ഞതും, കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറയുന്നതും അപകടം പിടിച്ചതാണ്. ഈ 2 വാചകമാണ് അപകടം പിടിച്ചത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രളയം ഉണ്ടാവുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ അഭിലാഷമേ അല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റൊരു ചാനലിൽ പറഞ്ഞിട്ട് നമ്മളൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രളയം വരും, ഇനിയൊരു മഹാമാരി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു നേതാവ് പറഞ്ഞാലും ഒരു തിരുമേനി പറഞ്ഞാലും ഇനിയൊരു പ്രളയം വരിക എന്ന് ചിന്തിക്കുന്നത് പോലും അപകടമാണ്. ഇനി അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, അങ്ങനെപ്പോലുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കുകയില്ല. പക്ഷെ കൈവിട്ടു പോയത് എന്താണ്? ആ സമയത്ത് നമ്മൾ നടത്തിയ രക്ഷാപ്രവർത്തനം, ആ സമയത്ത് സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം, ആ കിറ്റപ്പുഴ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കുടുങ്ങിപ്പോയ മനുഷ്യർ, വീടിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത മനുഷ്യർ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ കിറ്റ് എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് എത്തുന്നു. അതിപ്പോൾ സർക്കാർ കൊടുക്കുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിന് മുമ്പ് സർക്കാർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊടുത്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും BJP തന്നെ വിജയിച്ച് കയറിയിട്ടുള്ളത്. അതൊരു ഫ്രീ ബീസ് ആയിട്ടല്ല, അതൊരു എസൻഷ്യൽ സർവൈവിങ് മെറ്റീരിയലാണ്. അഥവാ നമുക്ക് അതിജീവനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു കിറ്റ് എന്ന് പറയുന്നത്. അതൊരു വോട്ട് ബാങ്കിൻ്റെ മെറ്റീരിയലായിട്ട് കാണുന്നത് വളരെ ദോഷൈക ദൃക്കുകൾക്ക് മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കൂ. അവിടെയാണ് യഥാർത്ഥത്തിൽ പിതാവിന് തെറ്റിപ്പോയത്. യഥാർത്ഥത്തിൽ പിതാവ് ആ 2 വാചകങ്ങളിലൂടെ ഒരു പക്ഷേ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനതയെ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം തെറ്റായിപ്പോയി എന്നുള്ളതാണ് പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും പറയാനുള്ളത്. വിവരദോഷം എന്നൊരു വാക്കാണ് നമ്മൾ പറയുന്നത്. ആ വിവരദോഷിയാണോ എന്നുള്ളത് ഇത് വസ്തുതാപരമല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു.
അത് ആ പേഴ്സണൽ ടേക്കാണ്. അതിൻ്റെ റിയാക്ഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ വസ്തുത ഇതാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറയുന്നതിനോടൊന്നും വിയോജിപ്പുണ്ടാവേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ സുപ്രഭാതം പത്രത്തിൽ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം നടത്തിയിരിക്കുന്നത്. ഇടത് സർക്കാരിന് ജനങ്ങൾ ഇട്ട മാർക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വളരെ മകളുടെ കാര്യമടക്കം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ വിശേഷമടക്കം ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൽ തുടങ്ങി എന്നാണ് അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രഭാതത്തിലെ ഇടതു സർക്കാരിന് ജനങ്ങളിട്ട മാർക്കുന്ന എഡിറ്റോറിയൽ സമസ്തയുടെ പത്രമാണ് എന്നത് ഓർമ്മിക്കണം. പക്ഷേ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കേട്ടില്ല. അതിനെക്കുറിച്ച് കേൾക്കാത്തതിൻ്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ലാത്തതുകൊണ്ട് വിമർശിക്കാനുള്ളൊരു ഇടയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിവരദോഷികളല്ല വിമർശിക്കുന്നവർ എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.